ഹലോ ഹായ് നമസ്കാരം. അങ്ങനെ തുടരും എന്ന സിനിമ കണ്ടു. സിനിമ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫിലിം. ഒരുപാട് നാളായി നമ്മൾ ഇതുപോലെ മോഹൻലാലിന്റെ ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫിലിം കണ്ടിട്ട്. അടിപൊളി ഫിലിമായിരുന്നു. പെർഫോമൻസ് ഒന്നും പറയാനില്ല. ലാലേട്ടൻ എന്താണെന്ന് നമുക്കറിയാം. ഒരുപാട് നാളായി ഇതുപോലത്തെ ഒരു ഫിലിംസ് വന്നിട്ട്. ഇത് ലാലേട്ടന്റെ ആക്ടർ ഒരു കംബാക്ക് എന്ന് തന്നെ പറയാം. തുടരും എന്ന സിനിമയിൽ. സിനിമ ഒരു ഫാമിലി എന്റർടൈനർ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മോഹൻലാൽ ശോഭന കോമ്പിനേഷൻസ് ഒക്കെ വരുമ്പോൾ തന്നെ ഒരു ഒരു ഫ്രഷ്നെസ് ആണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് സ്ക്രീനിൽ. പിന്നെ അവരെ പെർഫോമൻസ് ഒന്നും പറയണ്ട, അടിപൊളിയായിട്ട് തന്നെ അത് അവർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് നാളായി മോഹൻലാൽ ഇതുപോലെ ഹ്യൂമറും ആ ഒരു ഫാമിലി മാനൊക്കെ ആയിട്ട് കഥാപാത്രം ചെയ്തിട്ട്. എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഫസ്റ്റ് ആ ഫാമിലി പാർട്ടുകളൊക്കെ ആയിരുന്നു. അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോയി. അത്രയും അടിപൊളിയായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. ആ ഫാമിലി മാനിൽ നിന്നും ലാലേട്ടന്റെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അതൊക്കെ പക്ക തിയേറ്റർ മെറ്റീരിയൽ ആയിട്ട് തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു കൊമേഴ്ഷ്യൽ മൂവി ആയിട്ട് തന്നെയാണ് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. തരുൺ മൂർത്തി അടിപൊളിയായിട്ട് ഈ ഫിലിം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പുള്ളിയുടെ വേയിൽ ഒരു ലാലേട്ടന് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ തന്നെയാണ് ഫിലിം സെറ്റ് ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ ഫാൻസിനൊക്കെ കൈയടിച്ച് മരിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ട്. കെ ആർ സുനിലാണ് ഈ സിനിമയുടെ സ്റ്റോറി ചെയ്തിരിക്കുന്നത്. അടിപൊളിയാണ് സ്റ്റോറി. ആ ഒരു പാക്കേജ് നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഇമോഷണലി കണക്റ്റഡ് ആവും ഇതിന്റെ സെൻട്രൽ ക്യാരക്ടറിനോട്. അപ്പോൾ പുള്ളി സഞ്ചരിക്കുന്ന ആ ഒരു രീതിയിൽ നമ്മളും പ്രേക്ഷകരും അതിന്റെ കൂടെ സഞ്ചരിക്കും. അത്രയും എൻഗേജിങ് ആയിട്ടാണ് ഇതിന്റെ കഥ പോകുന്നത്. ആ സ്ക്രീൻ പ്ലേയും ആ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. കെ ആർ സുനിലും തരുൺ മൂർത്തിയുടെയാണ് ഇതിന്റെ സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. അതും നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ പോകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ നമുക്ക് ഒട്ടും ബോറടിക്കില്ല. നമ്മളിങ്ങനെ ക്യൂരിയോസിറ്റിയിൽ കണ്ടിരുന്ന് ഫൈനൽ ആക്ട് കഴിയുമ്പോഴും നമുക്ക് ആ ഒരു സന്തോഷം നമുക്ക് കിട്ടും. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലാലേട്ടന്റെ ഒരുപാട് നാളായി നമ്മൾ ഇതുപോലത്തെ ഒരു പെർഫോമൻസ്, എല്ലാം കൂടി കൂടിയൊരു പെർഫോമൻസ് കണ്ടിട്ട്. ചിലത് ആക്ഷൻസ് ആയിരിക്കും, ചിലത് ഇമോഷൻ ഫിലിംസ് ആയിരിക്കും. ഇതിൽ കോമഡി ഉണ്ട്, ഇമോഷൻ ഉണ്ട്, ആക്ഷൻ ഉണ്ട്. എല്ലാം ഇമോഷൻസും നല്ല അടിപൊളിയായിട്ട് തന്നെ ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. ലാലേട്ടന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയാം റീസെന്റ് ടൈംസിൽ. അടിപൊളിയായിരുന്നു. പിന്നുള്ളത് ശോഭനയാണ്. ശോഭന ലാലേട്ടൻ കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ സ്ക്രീൻ നല്ലൊരു രസമാണ് സ്ക്രീനിൽ കാണാനായിട്ട് തന്നെ. പുള്ളിക്കാരത്തിയും നല്ല അടിപൊളിയായിട്ട് തന്നെ ആ റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഫിലിമിൽ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ബിനു പപ്പുന്റെ ആണ്. ഒരു പോലീസ് ഓഫീസർ ആയിട്ടാണ്. ഒരു വില്ലൻ ക്യാരക്ടർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നുമല്ലോ ക്യാരക്ടറിനോട്. അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ട് തന്നെ സ്ക്രീനിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഈ സിനിമയിൽ തന്നെ ഞെട്ടിച്ചൊരു പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഇൻസ്പെക്ടർ കഥാപാത്രമായിട്ട് വരുന്ന ആകാശ് വർമ്മയുടെ ആണ്. പുള്ളി ഫസ്റ്റ് ഫിലിമാണ് പുള്ളിയുടെ. അടിപൊളിയായിട്ടാണ് പുള്ളി ആ റോൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഒരു പെർഫെക്റ്റ് ഒരു കഥാപാത്രം എന്ന് തന്നെ പറയാം. മോഹൻലാലായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ വരുമ്പോൾ അടിപൊളിയായിട്ടാണ് പുള്ളി പെർഫോം ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ കഴിഞ്ഞാൽ ഈ സിനിമയിലെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് പ്രകാശ് വർമ്മയുടെ ആണ്. പിന്നെ സിനിമയുടെ മ്യൂസിക് ആണ് എടുത്തു പറയേണ്ടത്. ജേക്സ് ബിജോയാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. പാട്ടുകളൊക്കെ ഓൾറെഡി ഹിറ്റാണ്. പാട്ടുകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അതുകൂടാതെ എടുത്തു പറയേണ്ട BGM ആണ് ഈ ഫിലിമിൽ. സെക്കൻഡ് ഹാഫിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുപാട് പോർഷൻസിൽ BGM വരുന്നുണ്ട്. അടിപൊളിയായിരുന്നു. ശരിക്കും തിയേറ്റർ മെറ്റീരിയൽ സ്റ്റഫാക്കി ഈ സിനിമനെ മാറ്റിയത് ആ BGM കൂടി വരുമ്പോഴാണ്. അപ്പോൾ ആകെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തുടരും ഒരു മസ്റ്റ് വാച്ച് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളൊരു മോഹൻലാൽ ഫാൻ കൂടിയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഈ സിനിമ. അത്രയും അടിപൊളിയായിട്ട് തന്നെയാണ് മോഹൻലാലിനെ ഈ സിനിമയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ മോഹൻലാലിന്റെ പെർഫോമൻസ്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.